السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരങ്ങളെ, മാർച്ച് മാസം 27-ാം തീയതി നിലവിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹുമ്മ അൻത സിഖത്തുന, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ കരുത്തും വിശ്വാസവും എന്ന പ്രമേയത്തിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുവാനും അല്ലാഹുവിൻ്റെ കരുത്തിലും കരുതലിലും എപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ടാകുവാനും ആഹ്വാനം ചെയ്യുകയാണ് ജുമുഅ ഖുതുബ. ആമുഖമായി അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചോർക്കുവാനും അള്ളാഹുവിനെ ഭയപ്പെടുവാനും അവൻ്റെ കൽപ്പനകൾക്കു വിധേയപ്പെടുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമയോടെ പ്രവർത്തിക്കുക, സ്ഥൈര്യമുള്ളവരായിരിക്കുക, സത്യസേവനത്തിന് പൂർണ്ണ സന്നദ്ധരായിരിക്കുക, അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക, എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. സത്യവിശ്വാസികളെ, ഇന്നു നാം അതിമഹത്തരമായ ഒരു ഈമാനിക മൂല്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് ഹൃദയത്തിൽ ആ മൂല്യം കുടികൊള്ളുന്നുവോ അവിടെ സമാധാനം കളിയാടും. ഏതു വീട്ടിൽ ആ മൂല്യം നിറഞ്ഞു നിൽക്കുന്നുവോ അവിടെ സമാധാനം തണൽ വിരിക്കും. ഏതൊരു സമൂഹത്തിൽ ആ മൂല്യം നിലനിൽക്കുന്നുവോ അവിടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും സജീവമായിരിക്കും. പ്രതീക്ഷയുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വാതിലുകൾ ആ സമൂഹത്തിൽ തുറന്നുകിടക്കും. നല്ല കർമ്മത്തിന് അതവരെ പ്രചോദിപ്പിക്കും. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിശ്വസിക്കുക എന്ന മൂല്യത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അള്ളാഹുവാണ് മഹോന്നതനായ സൃഷ്ടാവ്, യുക്തിമാനായ നിയന്ത്രകനും പരിപാലകനും അവൻ തന്നെ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. സകല വസ്തുക്കളുടെയും പരമാധികാരമുള്ള ആ തമ്പുരാൻ പരമ പരിശുദ്ധനായിരിക്കുന്നു. അവന് അസാധ്യമായി ഒന്നുമില്ല. എല്ലാ കാര്യത്തിലും നാം അവനെ വിശ്വസിക്കുന്നു, എല്ലാത്തിലും നാം അവനിലേക്കു മടങ്ങുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സു നിറയെ ഈ പ്രഖ്യാപനമാണ്: ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു വിധിച്ചതല്ലാതെ ഒന്നും തന്നെ ഞങ്ങൾക്കു സംഭവിക്കുന്നതല്ല എന്നു പ്രഖ്യാപിച്ചുകൊള്ളുക. അവനാണല്ലോ പറഞ്ഞത്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. ആകാശഭൂമികളിൽ അദൃശ്യമായിരിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ അധികാര ശക്തിയിലുള്ളതാകുന്നു. എല്ലാ കാര്യങ്ങളും അവനിലേക്കു തന്നെയാണ് മടക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനെ ആരാധിക്കുക, അവനിൽ തന്നെ ഭരമേൽപ്പിക്കുക. നാം അള്ളാഹുവിനെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാവുക. അവൻ നമ്മോടൊപ്പമുണ്ടാകും, അവൻ നമ്മെ സഹായിക്കും, നമുക്കവൻ വിജയം നൽകും, പിന്തുണയേകും. വന്നതൊന്നും പിഴച്ചു പോകാനുള്ളതായിരുന്നില്ല എന്നു നാം ഉറപ്പിക്കുക. അംബിയാ മുർസലുകളുടെ ചരിത്രം നമുക്കോർമ്മയില്ലേ? സൂക്ഷ്മാലുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സംഭവങ്ങൾ നാം ആലോചിക്കേണ്ടതില്ലേ? ലോകരക്ഷിതാവായ അള്ളാഹുവിലുള്ള വിശ്വാസം അവരുടെ മനസ്സു നിറയെ ഉണ്ടായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹധർമ്മിണി ഹാജർ റളിയല്ലാഹു അൻഹയെ ആളോ വൃക്ഷലതാദികളോ ഇല്ലാത്ത മരുഭൂ താഴ്വരയിൽ ഉപേക്ഷിച്ചു പുറപ്പെട്ടപ്പോൾ അവർ തൻ്റെ പ്രിയതമനോട് ചോദിച്ചു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ. അള്ളാഹുവാണോ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? അതെ, അള്ളാഹുവാണ് എന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇദൻ ലാ യുളയ്യിഉനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും വഴിയാധാരമാക്കുകയില്ല എന്നെനിക്കുറപ്പുണ്ട്. കയ്യിൽ അന്നം കുറവാണെന്ന് ഹാജർ റളിയല്ലാഹു അൻഹ ആശങ്കപ്പെട്ടില്ല. താഴ്വര വിജനമാണെന്ന് ആവലാതിപ്പെട്ടില്ല. മറിച്ച് തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവർ ആത്മവിശ്വാസം കൊണ്ടു. അതവർക്ക് ഏറെ ഗുണകരമായി.
വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം ആദ്യം നിങ്ങൾ വെറുത്തേക്കാം. ഇവിടെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ പ്രതിസന്ധിക്കു ശേഷം എളുപ്പത്തിൻ്റെ താക്കോലായി മാറുന്നു. ഞെരുക്കത്തിനു ശേഷം മോക്ഷത്തിൻ്റെ വഴി തുറക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വൃത്താന്തം നാം എത്രയോ കേട്ടിട്ടുണ്ട്. തൻ്റെ സമൂഹവുമായി അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നു. ഫിർഔനും സൈന്യവും അവരെ പിന്തുടരുന്നു. അവരുടെ മനസ്സുകൾ കിടുങ്ങിപ്പോയി, മാർഗങ്ങളെല്ലാം ഇടുങ്ങിപ്പോയി. ഭയം കൊണ്ടവർ ഇങ്ങനെ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരുടെ മനസ്സും ശരീരവും ശാന്തമായിരിക്കും. ഭയം അവരെ അടക്കി ഭരിക്കില്ല. മാത്രമല്ല ചുറ്റുമുള്ളവർക്ക് അവർ ആശ്വാസം പകരും. അതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ സന്ദർഭത്തിൽ തൻ്റെ സമൂഹത്തോട് പറയുന്നത്, കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. നാം ഒരിക്കലും പിടിക്കപ്പെടില്ല, കാരണം എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്. അവൻ തീർച്ചയായും വഴി കാണിച്ചു തരും. ഈ വിശ്വാസം കൊണ്ട് അള്ളാഹു തൻ്റെ കാരുണ്യം വഴി അവരെ സഹായിച്ചു. തൻ്റെ അവർണ്ണനീയമായ ശക്തി കൊണ്ട് അവർക്കവൻ കടലിനു നടുവിൽ വഴിയുണ്ടാക്കി. അള്ളാഹു പറയുന്നു, വഅൻജയ്നാ മൂസാ വമൻ മഅഹു അജ്മഈൻ. മൂസാ നബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. തൻ്റെ പരിപാലകനായ അള്ളാഹുവിൽ ഏതൊരാൾ ഭരമേൽപ്പിക്കുന്നുവോ അവനെ വിപത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. അവനെ അള്ളാഹു സംരക്ഷിക്കുമെന്നും അവനെ പിടിച്ചു നിർത്തുമെന്നും അവന് കരുത്തേകുമെന്നും നാം മനസ്സിൽ ഉറപ്പിക്കുക. നമ്മുടെ പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ വേളയിൽ സൗർ ഗുഹയിലെ ഭയം തേടിയ രംഗമോർക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ആശങ്കപ്പെട്ടു. ശത്രുക്കളിൽ ആരെങ്കിലും പ്രവാചകരെ സ്വന്തം കാൽച്ചുവട്ടിലേക്കൊന്നു നോക്കിയാൽ അവർ നമ്മെ കാണും. അപ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അചഞ്ചലമായ വിശ്വാസത്തോടെ, ഒരിക്കലും പതറാത്ത സ്ഥൈര്യത്തോടെ ഇങ്ങനെ പറയുന്നത്, മാ ظنك يا أبا بكر باثنين الله ثالثهما. അള്ളാഹു കൂട്ടത്തിലൊരുവനായി കൂടെയുള്ള രണ്ടാളുകളെക്കുറിച്ച് അബൂബക്കർ താങ്കൾ എന്താണ് വിചാരിച്ചത്? പ്രവാചകർ ഇത് പറയേണ്ട താമസം അള്ളാഹുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. ഉടനെ അള്ളാഹു അവനിൽ നിന്നുള്ള മനസ്സമാധാനം അവർക്കിറക്കി കൊടുത്തു. നിങ്ങൾക്കു കാണാനാവാത്ത സൈന്യത്തെ കൊണ്ട് അവരെ അള്ളാഹു സഹായിക്കുകയും ചെയ്തു. ഈ സംഭവം ഉറച്ച വിശ്വാസമുള്ളവർക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ആത്മവിശ്വാസം ശീലമാക്കിയവർക്ക് വലിയ ഗുണപാഠം സമർപ്പിക്കുന്നുമുണ്ട്. അവരാണ് പ്രതിസന്ധികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നവർ, കടുപ്പങ്ങളിൽ നിന്ന് കരുത്തു നേടുന്നവർ. അവർ കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ ഭാഗം നിറവേറ്റുകയും ചെയ്യുന്നു. ബാക്കി അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് സമർപ്പിക്കുന്നു. ഈ ചിട്ടയിലാണ് നമ്മുടെ പ്രവാചകർ അനുചരന്മാരെ വളർത്തിയെടുത്തത്. അവരുടെ നാടിന് ശത്രുവിൻ്റെ ഭീഷണിയുണ്ടായപ്പോൾ അവരുടെ ആത്മവിശ്വാസമാണ് പ്രകടമായത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. അതവരുടെ വിശ്വാസത്തെയും സമർപ്പണത്തെയും പൂർവാധികം പരിപോഷിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹു അവരെ പിടിച്ചു നിർത്തി. അവരുടെ പാദങ്ങൾക്ക് അവൻ കരുത്തു പകർന്നു. അവർ അവരുടെ ശൗര്യം പ്രകടിപ്പിച്ചു. അതുവഴി ശത്രുവിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാല വകാനല്ലാഹു ഖവിയ്യൻ അസീസ. വിശ്വാസികളുടെ ഭാഗത്തു നിന്നു പടപൊരുതാൻ അള്ളാഹു തന്നെ മതിയായി. അള്ളാഹു അതിശക്തനും അജയ്യനുമാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും ഭയാനകമായ സാഹചര്യങ്ങളിൽ നമുക്ക് അഭയവും സുരക്ഷയുമാണ്. പ്രതിസന്ധിയിൽ അത് നമുക്ക് സ്വസ്ഥത നൽകുകയും സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ദുർബലതയിൽ അത് കരുത്തും പ്രതിരോധവുമാണ്. നാം എണ്ണം കുറവുള്ളപ്പോൾ അത് ആധിക്യവും വിശാലതയുമാണ്. മുമ്പൊരു പണ്ഡിതനോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു, എന്താണ് താങ്കളുടെ മൂലധനം? അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എൻ്റെ മൂലധനം, അത് ഏറെ കൂടുതലുള്ളതും സംശുദ്ധവുമാണ് എന്നായിരുന്നു പണ്ഡിതൻ്റെ മറുപടി. തന്നിൽ വിശ്വാസമർപ്പിച്ചവനെ അള്ളാഹു കൈവിടുകയില്ല.
ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, സത്യവിശ്വാസിക്ക് വേണ്ടി അള്ളാഹു തീർച്ചയായും പ്രതികരിക്കുന്നതാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നാം കരുതിയിരിക്കുക. വെല്ലുവിളികളിൽ നമ്മെ ഭീരുക്കളാക്കുന്നവരെയും ശ്രദ്ധിക്കുക. പിശാചിൻ്റെ ജോലിയായ ഭയം പരത്തലാണ് അവരുടെ വിനോദം. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്, പിശാച് അവൻ്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഹ്സിനുല്ലന്ന ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അവൻ്റെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൊള്ളുക. അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞത് അന ഇൻദ ളന്നി അബ്ദി ബി എന്നാണ്. അതായത് എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അപ്രകാരമായിരിക്കും ഞാനെന്ന്. നാം അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്, വാഗ്ദാനമാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കുത്തരം തരും. ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ, വിധിയെ മാറ്റിയെഴുതാൻ പ്രാർത്ഥനയ്ക്കേ കഴിയൂ. നാം നമ്മുടെ നേതൃത്വത്തെക്കുറിച്ച് നല്ല വിശ്വാസം വെച്ചു പുലർത്തുക. അവർ ഇതിനോടകം തന്നെ ലോകത്തിന് നമ്മുടെ യുക്തിമതിത്വം കാണിച്ചു കഴിഞ്ഞു. രാജ്യത്തെ സുരക്ഷയിലും സുസ്ഥിരതയിലും പിടിച്ചു നിർത്തുന്നതിൽ മികച്ച പാടവം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴയും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുക. അതിന് അവനെ സ്തുതിക്കുക. അത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വൃത്താന്തമാണ് എന്നുൾക്കൊള്ളുക. വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാനി വലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. ആകാശത്തുനിന്ന് അള്ളാഹു വെള്ളം വർഷിക്കുന്നു, നിങ്ങളെ ശുദ്ധീകരിക്കുവാനും പിശാച് വരുത്തിയ മാലിന്യങ്ങൾ നീക്കിക്കളയാനും മനസ്സുകൾ ദൃഢീകരിക്കുവാനും അതുവഴി നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനുമാണത് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.